ഹായ്. കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി അഥവാ സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി കൂടുതൽ സമയമെടുക്കുന്നു, കൂടുതൽ റേഡിയേഷൻ ആവശ്യമാണ്, കൂടുതൽ കോൺട്രാസ്റ്റ് ആവശ്യമായിരിക്കാം, കോംപ്ലിക്കേഷൻസ് റിസ്ക് കൂടുതലാണ്, വിജയശതമാനം താരതമ്യേന കുറച്ചും കൂടി കുറയും. പ്രധാനമായിട്ടും 3 രീതിയിലാണ് ആൻജിയോപ്ലാസ്റ്റി കോംപ്ലക്സ് ആവുന്നത്. ഒന്ന്, കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്കുകളുടെ ഒരു പ്രോപ്പർട്ടീസ്, അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ടൈപ്പ്. 2, ഹൃദയത്തിൻ്റെ മറ്റ് അസുഖങ്ങൾ. 3, ശരീരത്തിലെ വേറെ അസുഖങ്ങൾ, വേറെ പ്രശ്നങ്ങൾ. ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ പ്രധാന പമ്പിംഗ് ചേമ്പറായ ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതിൻ്റെ ഭൂരിഭാഗം ബ്ലഡ് സപ്ലൈ നൽകുന്നത് ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയും അതിൻ്റെ ശാഖകളുമാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് മെയിൻ ആർട്ടറിയിലെ ബ്ലോക്കുകൾ മാറ്റം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി വഴി മാത്രമാണ് ഈ ലെഫ്റ്റ് മെയിൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ബ്ലോക്കുകൾ ചികിത്സിച്ചിരിക്കുന്നത് ബൈപ്പാസ് സർജറി വഴിയാണ്. ഇപ്പോഴത്തെ ആധുനിക ടെക്നിക്സ് വഴി ലെഫ്റ്റ് മെയിൻ ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി വഴി, സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. CTO ആൻജിയോപ്ലാസ്റ്റി അഥവാ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻസ് 3 മാസത്തിലധികം 100% 100% ആയിട്ട് ബ്ലോക്കായിരിക്കുന്ന രക്തക്കുഴലിൻ്റെ വിശേഷതകളാണ് CTO എന്ന് പറയുന്നത്. ഈ ബ്ലോക്കുകൾ മാറ്റാൻ സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സ് വേണം, സ്പെഷ്യലായിട്ടുള്ള ഹാർഡ്വെയറും വേണം. കുറേയധികം സമയം പിടിക്കും. ജപ്പാനിന് കൊണ്ടുവന്ന റെട്രോഗ്രേഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന സ്പെഷ്യൽ ടെക്നിക്കും ചിലപ്പോൾ ഇതിന് ആവശ്യമാണ്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മാത്രമേ ഒരു CTO ആൻജിയോപ്ലാസ്റ്റിയിൽ വലിയൊരു വിജയശതമാനം ലഭിക്കുള്ളൂ. ചില ആൾക്കാരിൽ ബ്ലോക്കുകൾ കാൽഷ്യം വന്നടയുകയും, കൊഴുപ്പിൻ്റെ ബ്ലോക്കുകളുടെ മേലെ കാൽഷ്യം വന്നടയുകയും വളരെ കട്ടി കൂടിയ റോക്ക് പോലെ വളരെയധികം ശക്തിയായ ബ്ലോക്കുകൾ വരാവുന്നതാണ്. ഇങ്ങനത്തെ ബ്ലോക്കുകൾ മാറ്റം ചെയ്യാൻ പ്രത്യേകം ടെക്നിക്സ് ആവശ്യമാണ്. ചിലപ്പോൾ അതിലുള്ള കൂടി വയർ കടത്താൻ ബുദ്ധിമുട്ടുണ്ടാവാം. സ്പെഷ്യലായിട്ട് ടെക്നിക്സ് വെച്ചിട്ട് വയർ കടത്തേണ്ടി വരും. അത് ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി ചിലപ്പം ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി, ഈ കാൽഷ്യത്തിൻ്റെ ഉള്ളിൽ കൂടി ഡ്രില്ല് ചെയ്ത് കാൽഷ്യം പൊട്ടിച്ച് നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റേണ്ടിയിരിക്കാം. ചിലപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബലൂൺസ് ഉപയോഗിച്ച്, കട്ടിംഗ് ബലൂൺ, സ്കോറിംഗ് ബലൂൺ ഉപയോഗിച്ച് ഇത് ശരിയാക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ലേസർ ആൻജിയോപ്ലാസ്റ്റിൻ്റെ ആവശ്യം വന്നേക്കാം. ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഷോക്ക് വേവ് കറണ്ട് ഉള്ളിൽ നിന്ന് കൊടുത്ത് ഈ കാൽഷ്യം ബ്ലോക്കുകൾ പൊട്ടിക്കേണ്ടിയിരിക്കാം. അങ്ങനെ പല രീതിയിലാണ് ഈ കാൽസിഫൈഡ് ബ്ലോക്കുകൾ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാൽസിഫൈഡ് ലീഷൻസ് വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി സങ്കീർണമാകുകയാണ് ചെയ്യുന്നത്. ബൈഫർക്കേഷൻ അല്ലെങ്കിൽ ട്രൈഫർക്കേഷൻ സ്റ്റെനോസിസ്. കൊറോണറി ആർട്ടറീസ് ബ്രാഞ്ച് ചെയ്തിട്ടാണ് ഹാർട്ട് മസിലിന് ബ്ലഡ് നൽകുന്നത്. ഈ ബ്രാഞ്ചിങ് പോയിന്റിൽ ശാഖ വരുന്ന ഭാഗത്ത് വരുന്ന ബ്ലോക്കുകളാണ് ബൈഫർക്കേഷൻ സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. 2 ശാഖകൾ വരികയാണെങ്കിൽ ബൈഫർക്കേഷൻ, 3 ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ട്രൈഫർക്കേഷൻ. ഇങ്ങനത്തെ ബ്ലോക്കുകൾ മാറ്റാൻ സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സ് ആവശ്യമാണ്, കൂടുതൽ ഹാർഡ്വെയറും ആവശ്യമാണ്, കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി വഴിയാണ് ഈ ബൈഫർക്കേഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൈഫർക്കേഷൻ ബ്ലോക്കുകൾ മാറ്റുന്നത്. മൾട്ടി വെസൽ ഡിസീസ്, അതായത് പല ബ്രാഞ്ചസിലായിട്ട് പല ഭാഗത്തായിട്ട് ബ്ലോക്കുകൾ വരിക, മൾട്ടിപ്പിൾ ബ്ലോക്സുകൾ, പലതരം ബ്ലോക്കുകൾ വരിക. ഇങ്ങനത്തെ ബ്ലോക്കുകൾ, എല്ലാ ബ്ലോക്കുകളും മാറ്റാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സ് വേണം, കൂടുതൽ ഹാർഡ്വെയർ വേണം, കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും, കൂടുതൽ കോംപ്ലക്സ് ആണ്. ഏത് ബ്ലോക്ക് മാറ്റണം, ഏത് ബ്ലോക്ക് മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സും ഉണ്ട്. എല്ലാ ബ്ലോക്കുകളും നല്ല രീതിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് മാറ്റുകയാണെങ്കിൽ ബൈപ്പാസ് സർജറിക്ക് തുല്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാവുന്നതാണ്. പലർക്കും ഈ മൾട്ടിവെസൽ ഡിസീസിന്, ട്രിപ്പിൾ വെസൽ ഡിസീസിന് ബൈപ്പാസ് സർജറി പറയുന്നുണ്ട്. എന്നാൽ ചില പേഷ്യൻസിന് ബൈപ്പാസ് സർജറി ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അവർക്കുള്ള മറ്റ് അസുഖങ്ങൾ കാരണം അനസ്തീഷ്യ കൊടുക്കാൻ സാധിക്കാത്തൊരു ഘട്ടം, സർജറിക്ക് റിസ്ക് വളരെയധികം കൂടുതലുള്ള ഒരു സാഹചര്യം, ചിലർക്ക് സർജറി വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടി സങ്കീർണമായ ആൻജിയോപ്ലാസ്റ്റി, കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ഉപയോഗപ്രദമായി വരുന്നു. അതേപോലെ തന്നെ വളരെയധികം വളവും തിരിവുമുള്ള ആർട്ടറീസ്, ടോർച്ചുവോസിറ്റി, അല്ലെങ്കിൽ അവസാനമായി ശേഷിക്കുന്ന ഒരു ആർട്ടറി, ബാക്കിയെല്ലാം നശിച്ചു പോയ ഒരു കണ്ടീഷൻ, ഒരേ ഒരു ആർട്ടറി മാത്രമാണ് ബാക്കിയുള്ളത്, അതിൽ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ ബ്ലോക്കുകളൊക്കെ മാറ്റുന്നതും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ഇവിടെയും സഹായിക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ മറ്റു അസുഖങ്ങൾ എങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റിയെ സങ്കീർണമാക്കുന്നത്? ഹൃദയത്തിൻ്റെ പേശികളുടെ പമ്പിങ് കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, ബ്ലഡ് പ്രഷർ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, ഹൈപ്പോടെൻഷൻ, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ കുറവ് കാരണം ശ്വാസകോശത്തിൽ നീര് വന്നിട്ട് പൾമണറി എഡിമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഹാർട്ടിൻ്റെ വാൽവുകളുടെ അസുഖങ്ങൾ, ഹാർട്ടിൻ്റെ താളത്തിലുള്ള വ്യത്യാസങ്ങൾ,
ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ മറ്റു പല അസുഖങ്ങളും ആൻജിയോപ്ലാസ്റ്റിയെ കോംപ്ലക്സ് ആക്കാവുന്നതാണ്. കൺട്രോളിലല്ലാത്ത ബ്ലഡ് പ്രഷർ, കൺട്രോളിലല്ലാത്ത ഷുഗർ വാല്യൂസ്, ശരീരത്തിലെ മറ്റു അവയവങ്ങളിലുള്ള അസുഖങ്ങൾ, ലിവറിൻ്റെ അസുഖങ്ങൾ, കിഡ്നിയുടെ അസുഖങ്ങൾ, ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾ, ഇതിനു മുമ്പ് മസ്തിഷ്കബാധ അല്ലെങ്കിൽ പക്ഷാഘാതം വന്നിട്ടുള്ള വ്യക്തികൾ, പ്രായം കൂടിയ വ്യക്തികൾ, മെലിഞ്ഞ ശോഷിച്ച് ക്ഷീണിച്ച് ഉള്ള ആൾക്കാർ, ഫ്രെയിലായിട്ടുള്ള ആൾക്കാർ, ഇവർ എല്ലാവർക്കും ആൻജിയോപ്ലാസ്റ്റി എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവർക്കും ആവശ്യമുള്ളത് സങ്കീർണമായിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആൻജിയോപ്ലാസ്റ്റി സങ്കീർണമാകാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായ ഒരു ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. വളരെ എക്യുപ്ഡ് ആധുനികമായിട്ടുള്ള ഒരു കാത്ത് ലാബ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു കാത്ത് ലാബ് ആയിരിക്കണം. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഹാർഡ്വെയറും കാത്ത് ലാബിൽ ഉണ്ടാവണം. IVAS എന്ന് പറഞ്ഞാൽ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, OCT എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി. അപ്പോൾ ഉള്ളെന്ന് ഓരോന്നിനായിട്ടൊരു ഇമേജിങ് ചെയ്ത് എന്താണ് ആവശ്യം എന്നുള്ളത് വളരെ കൃത്യമായി നിർണ്ണയിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ച് ആധുനികമായിട്ടുള്ള ഒരു കാത്ത് ലാബിൽ, എല്ലാ ഫെസിലിറ്റീസും കൂടിയുള്ള ഒരു കാത്ത് ലാബിൽ ഈ പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഒരാവശ്യം കൂടിയുണ്ട്. അതായത് നല്ലൊരു ഇൻ്റർവെൻഷണൽ ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പത്തുള്ള അനസ്തെറ്റിസ്റ്റ്, കാർഡിയാക് ടെക്നോളജിസ്റ്റ്, സ്റ്റാഫ് നഴ്സസ്, പിന്നെ ഏറ്റവും ഉപരി പരിചയസമ്പന്നമുള്ള ഒരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു ടീം. ഇവരെല്ലാവരും കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് സങ്കീർണമായിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി സക്സസ്ഫുള്ളായിട്ട് കോംപ്ലിക്കേഷൻസ് വളരെ കുറഞ്ഞ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നത്.